മക്കളെ, നമ്മൾ അടുത്തായിട്ട് nth ടൈം അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ nth ടൈം കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മക്കൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. സാർ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാട്ട് ഈസ് ദി 25th ടൈം? 25ാമത്തെ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി 25th ടൈം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്? അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദം ഏതാണ്? അപ്പം നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഇവിടെ തന്നിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്നത് 1, 11, 21 എക്സെട്ര. ഇതാണ് നമ്മളുടെ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. നമ്മൾ അതിലെ 25ാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം 1 ആണ്. ഇനി പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ്, അത് നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം, അത് നമുക്ക് 11 മൈനസ് 1 10 കിട്ടും. ഇനി നമുക്ക് ജനറലായിട്ട് എന്നാമത്തെ പദം അല്ലെങ്കിൽ nth ടൈം, ജനറൽ ഇക്വേഷൻ എന്താണ്? nth ടൈം an ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എന്നാമത്തെ പദം an ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ ആദ്യ പദം പ്ലസ് n-1 ഇൻറ്റു പൊതുവ്യത്യാസം. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് A25 25th ടൈമിന് നമ്മൾ A25 എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം പ്ലസ് n-1, അതായത് 25 മൈനസ് 1 വരും. അപ്പം നമുക്ക് 24 വരും, ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 10 വരും. ഇപ്പം നമുക്കൊരു ഡൗട്ട് കാണും, ഈ 1 + 24 × 10 എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1 + 24 × 10 എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതെല്ലാ മക്കൾക്കും ഡൗട്ടുള്ളതാണ്. സാറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറിനും ഡൗട്ടുണ്ട്. ഇതാ 1 + 24 25 ആണ്, 25 × 10 250 ആണ് എന്നാണ് സാറ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനല്ല. ഇവിടെ നമുക്ക് BODMAS 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 റൂൾ എന്ന് മക്കൾ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ല എങ്കിൽ സാറിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു പാക്കേജ് ഉണ്ട്. സാറിൻ്റെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് മക്കളെ ഓൺലൈനായിട്ട് പഠിപ്പിച്ചു തരും. ബേസിക് ഫണ്ടമെൻ്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. സാറിൻ്റെ ഈ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം സാറത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. B ഫോർ ബ്രാക്കറ്റ്, O ഫോർ ഓഫ്. B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യണം. O എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ്. O ഫോർ ഓഫ്. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു എന്നാണ്. D എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. D ഫോർ ഡിവിഷൻ, ഡിവിഷനാണ്. അതുപോലെ M ഫോർ മൾട്ടിപ്ലിക്കേഷൻ, A ഫോർ അഡീഷൻ, S ഫോർ സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് നമ്മൾ കണക്ക് ചെയ്യേണ്ടത്. അതായത് ആദ്യം ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം ഓഫ് എന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം 3 ഓഫ് x എന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്, 3 × x. D ഫോർ ഡിവിഷൻ, ഡിവിഷനാണ് നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത്. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നീട് അഡീഷൻ ചെയ്യണം, പിന്നീട് സബ്ട്രാക്ഷൻ ചെയ്യണം. ഈ ഓർഡറിലാണ് പോകേണ്ടത്. അപ്പം നമുക്ക് ഈ 1 + 24 × 10 BODMAS റൂളിലേക്ക് നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് MAS, M മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ അഡീഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെ 24 × 10 എന്ന് പറയുന്നത് ആദ്യം ചെയ്യണം. 24 × 10 എന്ന് പറയുമ്പോൾ 240 ആണ്. അതിന് ശേഷമാണ് 1 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 + 24 × 10 എന്ന് പറയുമ്പോൾ BODMAS റൂൾ അനുസരിച്ച് BODMAS
എം കഴിഞ്ഞിട്ടാണ് എ വരുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. സോ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ 24 × 10 ചെയ്തിട്ട് രണ്ടാമത് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് 1 + 240 = 241. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25-ാം പദം അല്ലെങ്കിൽ വാട്ട് ഈസ് ദി 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21 etc. ദ ആൻസർ ഈസ് 241. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സാറിനെ കുറിച്ച് പറയാനും മറക്കരുത്.